എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശരിക്കും നമ്മൾ ചിലപ്പോൾ കൂടുതൽ ആദരം ചെയ്യുന്നത് ഒന്നുമില്ലാതെ കഷ്ടത്തിൽ ജനിച്ച് വളർന്ന് വലിയ മഹാന്മാരാവുന്ന വ്യക്തികളാണ്. രാഷ്ട്രീയ മേഖലയിൽ ഇങ്ങനെ പല കഥകളുണ്ട്. അമേരിക്കക്കാരെപ്പോഴും ഏബ്രഹാം ലിങ്കനെ പറയും, പിന്നെ ഈ മരങ്ങൾ മുറിച്ചിട്ട് ഈ വർഗത്തിന് വീട് കെട്ടിയിട്ടാണ് അദ്ദേഹം ഒരു ദിവസം രാഷ്ട്രപതിയാവുന്നത് ആ രാജ്യത്ത്. ഫ്രഞ്ചുകാരൻ നെപ്പോളിയൻ്റെ കഥ പറയും. ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് പട്ടാളക്കാരനാവുന്നു, കഴിവുകൊണ്ട് ജനറലാവുന്നു, പിന്നെ രാജാവും സാമ്രാജ്യത്തിൻ്റെ ഫ്രഞ്ച് സാമ്രാജ്യത്തിൻ്റെ എംപററാവുന്നു. ഇന്ത്യയിൽ നമ്മൾക്ക് കഥകളുണ്ടല്ലോ. ഈ കാലത്ത് തന്നെ എന്തൊക്കെ കഥകൾ നമ്മൾ കേൾക്കാം. മൻമോഹൻ സിംഗ് ജി പാകിസ്ഥാൻ്റെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ പാവപ്പെട്ട സ്ഥിതിയിൽ ജനിച്ച് വളർന്ന് അവിടുന്ന് പാർട്ടിഷൻ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓടി ഭാരതത്ത് വന്ന ശേഷം എത്ര മഹാൻ വ്യക്തിയായിട്ട് പ്രധാനമന്ത്രിയായി. നരേന്ദ്രമോദി എപ്പോഴും നമ്മൾ പറയുന്ന കഥയാണ്. അദ്ദേഹം ചായ വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ചായ വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിട്ട് നമ്മൾ പ്രധാനമന്ത്രിയായത്. ഇങ്ങനെയുള്ള കഥകൾ കേൾക്കുമ്പോൾ കേരളത്തിൽ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ അത്ര വലിയ കഥകൾ ഇല്ല. ഞാൻ ഇന്നാൾ വായിക്കുകയായിരുന്നു, EK ജാനകി അമ്മാൾ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട ദളിത് കുടുംബത്തിൻ്റെ ഒരു സ്ത്രീ മലബാറിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടിൽ ജനിച്ച് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തൊരു കാലത്തിൽ പഠിച്ച് വലുതായി ലോകപ്രസിദ്ധമായ ഒരു സയൻറ്റിസ്റ്റും ബോട്ടണിസ്റ്റുമായി മാറി വന്നു. അങ്ങനെ ആ കാറ്റഗറിയിൽ ശരിക്ക് എല്ലാം വെച്ച് വലിയ പേര് പറയാനുള്ളത് നമ്മൾ ഇന്ന് സംസാരിക്കാനും ഓർമ്മ വയ്ക്കാനും ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശ്രീ MK ഹാജി. എനിക്ക് അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് കേൾക്കുമ്പോൾ 1904 ഭയങ്കര കഷ്ടത്തും ദാരിദ്ര്യത്തും ജനിക്കുന്ന ഒരു കുഞ്ഞഹമ്മദ്, പിന്നെ 2.5-3 വയസ്സ് കഷ്ടിച്ച് 3 അച്ഛൻ അന്തരിച്ചു പോയി. അമ്മ വീട്ടിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് ഈ കുട്ടി ഓരോരോ വീട്ടിൽ പോയിട്ട് വിൽക്കാൻ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ചെയ്ത ശേഷം ഒരു വീട്ടിലൊരു എസ്റ്റേറ്റിൽ വേലക്കാരൻ്റെ ഒരു ജോലി ചെയ്യേണ്ടി വന്നു 14 വയസ്സിൽ. ഇതൊക്കെ അനുഭവിച്ച ശേഷം അദ്ദേഹം ഇനിയൊരു റിസ്ക് എടുത്തിട്ടാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച എറണാകുളം ലഹളയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തിന് ഖിലാഫത്ത് സമരത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് ആദ്യയിലൊക്കെ ഇറങ്ങി നമ്മുടെ സ്വതന്ത്ര സേനാനി ആയിട്ട് പ്രവർത്തിച്ചു. പിന്നെ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞു, ശ്രീ PMA സലാം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഓടിപ്പോയി ട്രെയിനിൽ കയറി, ഈ പോലീസുകാർ പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കയറി പോയപ്പോൾ പക്ഷേ ടിക്കറ്റിന് കാശുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ടിക്കറ്റ് കളക്ഷൻ ആൾക്കാർ വരുമ്പോൾ അദ്ദേഹത്തിന് ടിക്കറ്റ് കണ്ടപ്പോൾ ഉടനെ ഇറക്കി ഇവിടെ പിന്നെ ആറക്കോണം സ്റ്റേഷനിൽ. അപ്പോൾ അവിടെ ടിക്കറ്റുമില്ല. അദ്ദേഹം ചെന്നൈയിൽ പോകാനാണ് ഉദ്ദേശിച്ചത്. അതിൽ എത്താനും സാധിച്ചില്ല. ആറക്കോണത്ത് ഇറക്കി, പണമില്ല, ജീവിത മാർഗമില്ല. സ്റ്റേഷൻ മാസ്റ്റർ അദ്ദേഹത്തെ ഒരു കൂലിപ്പണി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ, പൂളെ വളർത്താൻ. അങ്ങനെ ആരംഭിച്ച് ചെറിയ കുറച്ച് പൈസയോ അണയോ കിട്ടി സമ്പാദിച്ചിട്ടാണ് ഇദ്ദേഹം മദ്രാസിലേക്ക് പോകാനുള്ള ടിക്കറ്റ് മേടിച്ച് പോയത്. അദ്ദേഹവും നമ്മളുടെ ഈ പ്രസിദ്ധപ്പെട്ട പ്രധാനമന്ത്രിമാരെ പോലെ അദ്ദേഹവും ചായ വിട്ടിട്ടുണ്ട് പാതയിൽ, അത് ചെന്നൈയിൽ, മദ്രാസിൽ. ഇങ്ങനെയൊക്കെ ഈ സ്ഥിതിയിൽ പ്രവർത്തിച്ച കഷ്ടങ്ങൾ അനുഭവിച്ചിട്ട് കുറച്ചൊക്കെ സമ്പാദിച്ച് പിന്നെ ബിസിനസ് ആരംഭിച്ചതും നമ്മൾ PMA സലാം പറഞ്ഞ പോലെ ശ്രീ ഇബ്രാഹിം പൂണത്തിൽ ഇതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ട് നല്ലോണം ഈ കഥ നിങ്ങളോട് പറയണം ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ സമയക്കുറവുള്ള കാരണം നമുക്ക് ചുരുക്കി അദ്ദേഹത്തെ സമയം കൊടുത്തുള്ളൂ സംസാരിക്കാൻ. എങ്ങനെയാണ് ഈ കഷ്ടമനുഭവിച്ച ഈ കുട്ടി ഇത്ര വലിയൊരു മഹാനായി ഹോട്ടൽസും ബേക്കറീസും ഒക്കെ സ്ഥാപിച്ചിട്ടൊരു പണക്കാരനായിട്ട് കേരളത്തിൽ തിരിച്ചു വരുന്നത്? 40 വർഷത്തിൻ്റെ പ്രവർത്തനത്തിലാണ് അതൊക്കെ ചെയ്തത്. എന്നിട്ട് ഇവിടെ എസ്റ്റേറ്റൊക്കെ വാങ്ങാൻ ഒരേ ഇടക്കരയിൽ അദ്ദേഹം എസ്റ്റേറ്റും കൂടി മേടിച്ചു. ചില ബിസിനസ്സുകൾ അദ്ദേഹം നയിക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം സത്യസന്ധമായിട്ട് ചെയ്യാൻ സാധിക്കാത്ത ബിസിനസ് എനിക്ക് വേണ്ട പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വിറ്റു. അത്രത്തോളം ആത്മാർത്ഥതയും മര്യാദയും ഡീസൻസിയും ഓണസ്റ്റിയും ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്.
എന്നിട്ടാണ് ഈ പോക്കറ്റ് സാഹിബിൻ്റെ പേരിൽ ഈ മെമ്മോറിയൽ കോളേജും ഓർഫനേജും, ആദ്യം ഓർഫനേജ് പിന്നെ ഓർഫനേജിൻ്റെ പേരിൽ കോളേജും കൂടി സ്ഥാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. ആ സ്ഥലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹം ചെയ്ത ഓരോരോ കാര്യത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം, എല്ലാവരും ബഹുമാനിക്കുന്നൊരു കാര്യമാണ്. ഞാനിപ്പോൾ ഇവിടെ വരുന്ന മുമ്പ് 1985 40 വർഷം മുമ്പ് നമ്മളുടെ ആ കാലത്ത് പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഇവിടെ വന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം സ്ഥാപിച്ച യത്തീംഖാനയെക്കുറിച്ച് എഴുതിയ ചില വാക്കുകൾ കാണാനും എൻ്റെ കണ്ണോട് വായിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ജസ്റ്റ് സലാമിന് നന്ദി പറയുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. പക്ഷെ വിചാരിക്കൂ, ഒന്നുമില്ലാത്തൊരു കുട്ടി വളർന്ന് ഇത്രയൊക്കെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത ഒരു സക്സസ് ആയ ശേഷം എന്താണ്, എങ്ങനെയാണ് മറ്റേവർക്ക് തിരിച്ചു കൊടുക്കുക. കോളറ സമയം സംഭവിച്ചപ്പോൾ കുറേ കുട്ടികൾക്ക് അച്ഛനമ്മ നഷ്ടപ്പെട്ടിട്ട് അവർക്കൊരു ഭാവി ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ പിടിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ നിർത്തിയതാണ് അദ്ദേഹം അല്ലയുടെ ഖസാന വഴി സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ യത്തീംഖാന സ്ഥാപിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വിധത്തിലത്തെയും ഈ പ്രവർത്തനവും സേവനവും ഈ രാജ്യത്തിന് മാത്രമല്ല, ഈ സമുദായത്തിന് മാത്രമല്ല, ഈ സാമൂഹ്യത്തിന് മാത്രമല്ല, ഈ ലോകത്തിനെന്ന് പറയാം, അദ്ദേഹം ശരിക്ക് ഒരു ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും കാണിക്കുന്നത്. നമ്മൾ പലവരെയും പേര് കേട്ട് കഴിഞ്ഞ് KM സീതി സാഹിബും KD മില്ലത്ത് ഇസ്മായിൽ സാഹിബും KM മൗലവി തുടക്കത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡായിട്ട് ബാഫക്കി തങ്ങൾ, ഇവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചു, സ്നേഹിച്ചു, അദ്ദേഹത്തെ പല വിധത്തിലും ഗൈഡ് ചെയ്യാൻ സാധിച്ചു. അവരുടെ സഹകരണത്തൊപ്പം ശ്രീ KM ഹാജി ഒരു വലിയൊരു നേതാവായി മാറുന്നു നമ്മുടെ കേരളത്തിൽ. പൊളിറ്റിക്കൽ, റിലീജിയസ്, ഫിലാന്ത്രോപ്പിക് സർക്കിൾസിൽ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു അദ്ദേഹം. അത്രത്തോളം ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒന്നുമില്ലാത്ത അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടികളെക്കുറിച്ച് ചിന്തിച്ച് അവരെ നന്നായി നയിച്ച് വളർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു കോൺട്രിബ്യൂഷൻ. അതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച നേതാക്കളും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, നമ്മളുടെ കേരളത്തിന് വേണ്ടിയിട്ടും മതസൗഹാർദ്ദത്തിൻ്റെ പേരിലും എല്ലാവരും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു വികസനത്തിന് വേണ്ടി മുസ്ലിംസും ഹിന്ദുസും മുസ്ലിം സമുദായത്തിനകത്തുള്ള വ്യത്യാസങ്ങളും കൂടി അദ്ദേഹം മാറ്റാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെയാണ് എല്ലാ വിധത്തിലും അദ്ദേഹം കാണിച്ച പ്രതിബോധവും അനുകാമം. അദ്ദേഹം ശരിക്ക് ഇംഗ്ലീഷ് വാക്കുകളുടെ മനസ്സിൽ വന്നത് പെർസിവിയറൻസ്, റെസിലിയൻസ് ആൻഡ് കമ്പാഷൻ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് പ്രത്യേകിച്ച് കാണുന്നത്. ആക്ച്വലി എന്നോടൊന്ന് ആവശ്യപ്പെട്ടതായിരുന്നു, പ്രത്യേകിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ എല്ലാവരും മലയാളം സംസാരിച്ചപ്പോൾ ഞാനും കുറച്ച് വാക്ക് മലയാളത്തിൽ പറയാനാണ് ആരംഭിച്ചത്. പക്ഷേ ഇംഗ്ലീഷിൽ കുറച്ചും കൂടി പറഞ്ഞ് ഞാൻ ഈ പുസ്തക പ്രകാശത്തെക്കുറിച്ച് ചെയ്യിക്കട്ടെ. ഈ പുസ്തകം MK ഹാജി ജീവിത ചരിത്രം, ശ്രീ ഇബ്രാഹിം പുണത്തിൽ എഴുതിയ പുസ്തകം, ഇതിനെക്കുറിച്ച് ഞാൻ ഇംഗ്ലീഷിൽ 2 വാക്ക് പറയട്ടെ. It marks a significant moment in the preservation of MK Haji's inspiring legacy. His dedication, by the way, Ibrahim, the author, his dedication to unearthing and documenting Haji's life is a labor of love that took him 7 years. I think 7 വർഷമാണ് റിസർച്ച് ചെയ്തിരിക്കുന്ന ഈ പുസ്തകം. അദ്ദേഹം he went to all the archives, went to the MK Haji Smaranika of 1984. He interviewed so many people who knew MK Haji, and of course many of them are now passing away. And he also spoke to renowned historians like MGS Narayanan, A.K. Kodur. And this has given us today in this book a comprehensive and authentic portrayal of Haji's life and contributions, chronicling MK Haji's journey from poverty to prosperity, highlighting his remarkable transition from an orphan child to a respected and admired community leader. And of course it sheds light on his collaboration with various luminaries. I mentioned many of their names already, but also Surunadu Kunjanpilla, K.P. Keshava Menon, and so on. He did a lot with a lot of people. But I would say that it's not just a testament to his personal strength, the book, but it's also a reflection of the transformative power of community, of perseverance, of vision, of hard work, and of honesty. ഇതെല്ലാവരെയും വിശ്വാസമല്ല. കഠിന പ്രവർത്തനവും സത്യസന്ധമായ വ്യക്തികൾക്ക് എപ്പോഴും വിജയമുണ്ടാവില്ലാന്ന് നമ്മുടെ നാട്ടിൽ പലരും മനസ്സിലുള്ളത്. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിത ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്കും അറിയാം
ഈ മാർഗം വഴിക്കാണ് ഈ മഹാൻ വ്യക്തി ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒരു വലിയൊരു സക്സസ് ആയത്. അതുപോലെ ഇനിയും നമ്മളുടെ ആൾക്കാർക്ക് അത് ചെയ്തുകൂടെ എന്നാണ് നമ്മളെല്ലാവരെയും പ്രാർത്ഥന. As we honor M.K. Haji through the release of this book, let us also reflect on the broader lessons his life teaches us. You know, one of the reasons you should read a biography is in many ways what Albert Schweitzer famously said, sometimes our light goes out but is blown again into flame by an encounter with the life of another human being. നമുക്ക് അഥവാ ഒരു സംശയം നമ്മുടെ സ്വന്തം മാർഗത്തിനെക്കുറിച്ചുണ്ടെങ്കിൽ ഇങ്ങനെയൊരു മഹാൻ വ്യക്തിയുടെ ജീവിത ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സംശയവുമില്ല നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരാൻ സാധിക്കും. He would ignite, M.K. Haji's life story would ignite a flame within us to foster unity, compassion, perseverance, honesty, and progress in today's Kerala. By celebrating his life and work, we can ensure that the values he championed will endure, guiding us towards a brighter and more inclusive future. His journey from selling pattiri to become a philanthropist, his journey from being a little domestic servant in an estate to becoming a respected community leader, all this is a journey of inspiration. His story is one of grit, determination, and the relentless pursuit of justice and equality. Despite his struggles, M.K. Haji dedicated his wealth, his influence to uplift society, to work tirelessly to unite people across communities, and to help those who had no one, not even parents. His contributions to education, culture, and welfare left a lasting impact, reminding us that true leadership lies in selfless service and a commitment to the common good. I just want to say that this inspiring life is well worth reading. I congratulate Mr. Ibrahim on M.K. Haji Jiva Charitram. I am very happy to wish it great success. It is not just a literary occasion, but a celebration of values that transcend time and boundaries. His unwavering dedication, M.K. Haji's dedication to education, culture, and community welfare continues to bind us and to guide us towards a brighter, more inclusive future. As we honor M.K. Haji and his legacy, we are reminded of the power of unity. നമ്മളെല്ലാവരും ഒരു ഐക്യത്തിൽ ജീവിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോസ്റ്ററിങ് ലവ് ആൻഡ് റെസ്പെക്റ്റ്, പരസ്പരമായിട്ട് സ്നേഹവും ബഹുമാനവും നമ്മുടെ സമുദായങ്ങളുടെ ഇടയിൽ എപ്പോഴും ഉണ്ടാവണമെന്നാണ് അദ്ദേഹവും പഠിപ്പിച്ച ഒരു വലിയൊരു മൂല്യം. അദ്ദേഹത്തിൻ്റെ the lessons of his life, may they continue to inspire us to build a world where compassion and inclusivity prevail. എല്ലാ വിധത്തിലുള്ള അനുകമ്പയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസനം, ഒരു പുരോഗതിയാണ് കേരളത്തിന് ആവശ്യമുള്ളത്. അതുകൊണ്ട് അദ്ദേഹം നമ്മളെല്ലാവരെയും ജീവിതത്തിലും ഈ സംസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഈ വെളിച്ചം, ഈ പ്രകാശം എല്ലാ വിധത്തിലും ഇനിയും കുറേ നൂറ്റാണ്ടുകൾക്ക് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യട്ടെ, തുടരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഈ പുസ്തക പ്രകാശനത്തും ഈ സമ്മേളനത്തിനെയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. Congratulations to the author and thank you all very much. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് സാർ. 2 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിക്കുകയാണ്. ദയവായി ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകം പുറത്ത് സദസ്സിന്റെ ബാക്കിൽ 2 കൗണ്ടറിൽ ലഭ്യമാണ്. 50 രൂപ കുറവിൽ ലഭ്യമാണ്. എല്ലാവരും വാങ്ങി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിശിഷ്ടാതിഥിക്ക് തിരൂരങ്ങാടി യത്തീംഖാന ഓർഫനേജ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ KPA മജീദ് സാഹിബ് ഉപഹാരം നൽകുന്നു. മറ്റ് 2 ഉപഹാരങ്ങൾ M.K. ഹാജി ജീവചരിത്രം പുസ്തകത്തിന്റെ രചയിതാവ് ഇബ്രാഹിം പുനത്തിലിന് തിരൂരങ്ങാടി ഓർഫനേജ് കമ്മിറ്റിയുടെ ഉപഹാരം പ്രിയപ്പെട്ട ശശി തരൂർ കൈമാറുന്നു. ഇബ്രാഹിം പുനത്തിൽ മറ്റൊരു ഉപഹാരം. ഈ പുസ്തകത്തിന് പിന്നിൽ ഇബ്രാഹിം പുനത്തിലിന് ശക്തിയായി നിന്നുകൊണ്ട് വലിയ കഠിനാധ്വാനം നടത്തിയ തിരൂരങ്ങാടി ഓൾഡ് ഇൻമേറ്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ, അവർക്ക് കൂടി ശശി തരൂരിൽ നിന്നും തിരൂരങ്ങാടി ഓർഫനേജ് കമ്മിറ്റിയുടെ ഉപഹാരം ശശി തരൂർ അവർക്ക് കൈമാറുന്നു.